ആരാ ആരാ അല്ല ആരാ താനാ ആരാന്നല്ലേ ഞാൻ ചോദിച്ചു. ഞാൻ ഈ വീട്ടിലുള്ളത് പിങ്കി. പിങ്കിയാണോ? ആ എന്റെ തങ്കക്കുടമേ, എന്റെ മോളെ കണ്ട് എനിക്ക് മനസ്സിലായില്ല. ദൈവം നിന്റെ എന്തോ തന്നെയല്ലോടെ എന്റെ അച്ഛൻ. ഞാനാ മോളുടെ അച്ഛൻ. മോളെ ഞാനാ നിന്റെ സ്വന്തം അച്ഛൻ. എന്താ മോളെ ഞാനാ മോളുടെ അച്ഛൻ. എന്റെ സ്വന്തം മോളെ പിടിക്കാനുള്ള അവകാശം എനിക്കില്ലേ? ഏതാ ഈ ഭ്രാന്തൻ? ഭ്രാന്തനല്ല മോളെ, അച്ഛനാ. അച്ഛനെ പറഞ്ഞോണ്ടല്ലോ അച്ഛാ. മോളെ ഞാൻ ഒരു സത്യം പറയാം. വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ദാരിദ്ര്യനായിരുന്നു. അന്ന് ഈ റിങ്കിമോക്ക് കളിക്കാനൊരു കൂട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ 1500 രൂപ കൊടുത്ത് നിന്റെ അച്ഛൻ വാങ്ങിക്കൊണ്ട് പോയതാ മോളെ നിന്നെ. നിന്റെ അമ്മ അവിടെ കാത്തിരിക്കുന്നു നിന്നെ കാണാൻ വേണ്ടി. എത്രയും വേഗം എന്റെ കൂടെ വാ മോളെ. 1500 രൂപയ്ക്ക് വേണ്ടി ലക്ഷങ്ങൾ ഞാൻ കൊടുക്കാം. അതിനുശേഷം ഗൾഫിൽ പോയി ഞാൻ കോടീശ്വരനായി. അമ്മ അമ്മ ഇയാൾ എന്തൊക്കെയാ ഈ പറയണേ? അദ്ദേഹം പറയുന്നത് ശരിയാണ് മകളെ. അദ്ദേഹം നിന്റെ ഒറിജിനൽ അച്ഛൻ. 16 വർഷം മുന്നേ അദ്ദേഹത്തിന്റെ വിഷമം കണ്ട് ഞങ്ങൾ നിന്നെ ഇവിടെ കൊണ്ടുവരായിരുന്നു. റിങ്കിമോക്ക് ഒരു കൂട്ടാവുമല്ലോ എന്ന് കരുതി. എല്ലാരും കൂടെ വെറുതെ എന്നെ കളിപ്പിക്കല്ലേ കേട്ടോ. അച്ഛാ അച്ഛൻ പറ അച്ഛാ, എന്തോ ഇവിടെ നടക്കണേ? റിങ്കി റിങ്കി എന്തോന്ന് റിങ്കി എന്തോന്ന് ഇങ്ങനെ കാണിക്കണേ? സത്യത്തിന്റെ മുഖം എന്നും വികൃതമാണ് കുട്ടി. കുട്ടിയോ? എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പണ്ട് അച്ഛനും അമ്മയും എനിക്ക് കളിക്കാൻ ഒരു കുഴങ്ങനെ വേണമെന്ന് പറഞ്ഞപ്പോ എനിക്ക് മേടിച്ചു തന്നെയാ നിന്നെ. പോവാം പോവാം, അമ്മയുടെ അടുത്ത് പോകാം മോളെ. അച്ഛനെ കയറി പോടോന്നോ? എനിക്ക് ഭ്രാന്ത് എടുക്കണുണ്ടേ, ചുമ്മാ വെറുതെ. ഞാൻ പോകട്ടെ. എന്റെ മോളെ മോളെ വാവേ തങ്കക്കുടം. കേട്ടോ എനിക്ക് പറ്റൂല മണി. കൊച്ചു കരയുന്നുണ്ടോ? നിങ്ങൾ കൂടെ കൊച്ചു വിഷമിച്ചാ പോയത്. ഇത് നിർത്തിക്കോ ഇവിടെ. ഇത് ഇങ്ങനെ നിർത്തി കഴിഞ്ഞാലേ നമുക്ക് പിന്നെ കറക്റ്റ് മിനിറ്റ് ഒന്നും ആവത്തില്ല. ഇനി ചേട്ടൻ ഇനി കുറച്ചുകൂടെ കിട്ടിയാലേ നമുക്ക് പ്രയോജനമുള്ളൂ. ചേട്ടന് സമ്മാനമായി ഷഡ്ഡി വരെ കിട്ടുന്നല്ലേ? എനിക്ക് തന്നെ ഷഡ്ഡി ഒന്നും വേണ്ട. നീ എന്തോ ചെയ്യും? അവൾ വിളിച്ചോണ്ട് വരണ്ടേ? വരണം. ചെന്നേനെ വിളിച്ച് കൊളമാക്കല്ലേ പ്ലീസ്. എനിക്ക് പറ്റൂല, എന്നാലും ഞാൻ നോക്കാം. എന്റെ മോള് സങ്കടപ്പെട്ട് പോയത് കണ്ടോ? മോളെ വീട് എന്നെ ആരും മോളൊന്നും വിളിക്കണ്ട. അതെന്താ? കളിപ്പാട്ടായിട്ട് എന്നെ മേടിച്ചു കൊടുത്തല്ലേ ഇവക്ക്. അല്ല പാവാന്നല്ല വിളിച്ചാത്. പിങ്കി നീ പാവയാ. അങ്ങനെയല്ല, നീ പാവമാന്ന്. നീ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ട് എന്തിനാ എങ്ങനെയാണെന്ന് കരയുന്നേ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞല്ലോ? നിങ്ങൾ സമ്മതിച്ചില്ലേ അച്ഛൻ്റെ അമ്മയുടെ മോളല്ലാന്നൊക്കെ പറഞ്ഞില്ലേ നിങ്ങള്? പിങ്കി നീ ഇങ്ങനെയാണെന്ന് ഇമോഷണൽ ആവാതെ. പിങ്കി ഇമോഷണൽ ആവാതെ ഞാൻ എന്ത് ചെയ്യണം? പൊട്ടിച്ചിരിക്കണോ? ഇവിടെ എന്തോ ചെയ്യുന്നു? ഞാൻ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കൂല. ഞാൻ പോണം. നീ എങ്ങോട്ട് പോണു? എന്നെ പോലെ ആരും ഇല്ലാത്ത ആൾക്കാരുണ്ടല്ലോ, ഇനി അവർക്ക് വേണ്ടിയിട്ടായിരിക്കും എന്റെ ജീവിതം. എങ്ങോട്ടെങ്കിലും പൊക്കോ. പിങ്കി നീ ഇങ്ങനെ കരയാതെ വാ, നമുക്ക് അച്ഛൻ്റെ അടുത്തോട്ട് പോവാം. ഓ ഞാൻ അത് മറന്നുപോയി. നിനക്കിപ്പോ 2 അച്ഛന്മാരുണ്ടല്ലോ അല്ലേ? നിന്റെ വളർത്തച്ഛൻ്റെ അടുത്തേക്ക് പോവാൻ വാ. പോണ് അമ്മ. അമ്മ ഞാൻ ഒരിക്കലും മറക്കൂല അമ്മ. ഞാൻ മരിക്കണ വരെ അമ്മ ഓർക്കും. അമ്മ ഈ പിങ്കിയെ
അമ്മേരത്ത് എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ അമ്മ. ക്ഷമിക്കണേ ചേച്ചി. ചേച്ചിയെ ഞാൻ ചുമ്മാ കളിയാക്കുകയും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു പണിയൊക്കെ തരും. ആ ചേച്ചിയടുത്ത് ഇഷ്ടമൊന്നും ഇല്ലാത്തോണ്ടല്ല, ചേച്ചി ഒരുപാട് ഇഷ്ടം. മറക്കല്ലേ. നീ എങ്ങോട്ട് പോണെന്ന് പറഞ്ഞില്ല. ഞാൻ പോണ്. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.